BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, celebrate the beauty of life. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ്, പാദங்களுக்கும் ആസൈകൾ. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lambadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. Zenora Home Essentials, മൂവാറ്റുപുഴ റോഡ്, കൊച്ചങ്ങാടി, മടക്കത്താനം, തൊടുപുഴ. ബയോനിർമ്മാൺ, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 9447222792. പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP വർക്കി ആൻഡ് സൺസ് കാക്കനാട് ജുവല്ലേഴ്സ്, തൊടുപുഴ, കട്ടപ്പന, പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി. Royal, the complete family shopping near Private Bus Stand, തൊടുപുഴ. ഓണത്തിന് മുൻപ് വിലക്കുറവിൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കുവാൻ ഒരു സുവർണാവസരം. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, പാലാ റോഡ്, തൊടുപുഴ. Authorized Tally Training Institute, Computer Park, പാലാ റോഡ്, തൊടുപുഴ. കല്യാൺ സിൽക്സ് യൂത്ത് ഫെസ്റ്റിവൽ, ലക്ഷക്കണക്കിന് ശ്രേണികൾ, 500-ലധികം യൂത്ത് ബ്രാൻഡുകൾ. ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, പൈങ്ങോട്ടൂർ, അഫിലിയേറ്റഡ് ടു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. നമസ്കാരം. BBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മണക്കാട് കിടക്ക് നിർമ്മാണ കമ്പനിയിൽ വൻ അഗ്നിബാധ. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. സ്കൂൾ തുറന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങളോ യൂണിഫോമുകളോ വിതരണം ചെയ്തില്ല. SFI നേതൃത്വത്തിൽ DD ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രശസ്ത സിനിമാ സംവിധായകൻ കമലിനും കലാകാരൻ തൊടുപുഴദാസിനും വിസ്മയ ആർട്ടിസ്റ്റ് സൊസൈറ്റിയുടെ ആദരം. തൊടുപുഴ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ LKGയിലേക്ക് പുതിയ കൂട്ടുകാരെത്തി. 180 കുരുന്നുകളാണ് ഈ വർഷം അക്ഷരമധുരം നുകരാനെത്തിയത്. സഹപാഠിക്ക് സ്നേഹവീടൊരുക്കി വിദ്യാർത്ഥികൾ നന്മയുടെ പാഠം തുറന്നു. കരിമ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വാർത്തകൾ വിശദമായി. തൊടുപുഴയിലെ കിടക്ക് നിർമ്മാണ കമ്പനിയിൽ വൻ അഗ്നിബാധ. പുലർച്ചെ 3 മണിക്കാണ് തീപിടുത്തമുണ്ടായത്. മണക്കാടുള്ള സുനിദ്ര മെത്തറുടെ ഗോഡൌണാണ് കത്തി നശിച്ചത്. 7 യൂണിറ്റ് അഗ്നിശമന സേനയെത്തി 6 മണിക്കൂർ നേരം പണിപ്പെട്ടാണ് തീ കെടുത്താനായത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കപ്പെടുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഗോഡൌണിൽ നിന്നും തീ ഫാക്ടറിയിലേക്ക് പടരുകയായിരുന്നു. ഇതിനു മുമ്പും ഇവിടെ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞോ?
കടമറ്റത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ബേക്കറിയുടെ ബോർമിൽ ഗ്യാസ് ലീക്ക് ചെയ്തെന്ന അഭ്യൂഹം പരിഭ്രാന്തി പരത്തി. ഗ്യാസ് സിലിണ്ടറിൽ നിന്നും അസാധാരണമായി ഉണ്ടായ ശബ്ദമാണ് ലീക്കെന്ന് തെറ്റിദ്ധരിച്ചത്. ഉടൻ തന്നെ ജോലിക്കാർ പുറത്തേക്ക് ഇറങ്ങിയോടി. തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പരിശോധന നടത്തി മടങ്ങി. സ്കൂൾ തുറന്ന് 4 ദിവസം കഴിഞ്ഞിട്ടും വിദ്യാലയങ്ങളിൽ പാഠപുസ്തകങ്ങൾ എത്തിയില്ല. വിദ്യാർത്ഥികൾക്കായുള്ള യൂണിഫോം വിതരണവും മുടങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് SFI നേതൃത്വത്തിൽ തൊടുപുഴ DDO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI സംസ്ഥാന കമ്മിറ്റി അംഗം PM സജിമോൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. MS ഷാൽബിൻ, ആര്യരാജൻ, ജെയ്സൺ ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിച്ചുകൊണ്ടും വരേണ്യവൽക്കരിച്ചുകൊണ്ടും വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന UDF നയത്തിനെതിരായിട്ടാണ് SFI ഇന്നിങ്ങനെ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ സ്കൂൾ തുറന്നു, നമുക്കറിയാം. സ്കൂൾ തുറന്നു 4 ദിവസമായി. ഇതുവരെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി ഇവിടുത്തെ UDF ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള പാഠപുസ്തകങ്ങൾ ഇതുവരെ സ്കൂളുകളിൽ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ അധ്യാപകർക്ക് ക്ലസ്റ്റർ യോഗങ്ങൾ നടത്തി. ഈ സ്കൂൾ തുറക്കുന്നതിന് 1 മാസം മുമ്പായി ക്ലസ്റ്റർ യോഗങ്ങൾ നിരന്തരമായി നടത്തി. ആ ക്ലസ്റ്റർ യോഗങ്ങളിൽ അധ്യാപകർക്ക് ഏത് സിലബസാണ് ഇനി പഠിപ്പിക്കേണ്ടത്, ഏത് പുസ്തകങ്ങളാണ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ കേരളത്തിൽ എത്തിച്ചിരിക്കുകയാണ് UDFിൻ്റെ ഗവൺമെൻറ്. തൊടുപുഴ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ LKGയിലേക്ക് എത്തിയ കുരുന്നുകൾക്ക് സ്വീകരണം നൽകി. 180 കുട്ടികളാണ് ഇത്തവണ പുതുതായി എത്തിയത്. തൊടുപുഴ താലൂക്ക് എഡ്യൂക്കേഷണൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് PJ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബോബി ജോസഫ്, അഡ്മിനിസ്ട്രേറ്റർ രാജു തോമസ്, വൈസ് പ്രിൻസിപ്പൽ ആനി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. ഈ കുരുന്നുകൾ ആദ്യമായി ഭൂമിയിലേക്ക് വന്നപ്പോഴും ഈ കരച്ചിലൊക്കെയല്ലേ നമ്മൾ കണ്ടത്. തീർച്ചയായും അതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന കരച്ചിലാണ്. അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ഓഫീസറോട് സൂചിപ്പിച്ചു, ഏതാണ്ട് 4000-ലധികം വരുന്ന ഒരു വലിയ ഫാമിലിയിലെ പുതിയ മെമ്പർമാരായിട്ടാണ് ഈ കുരുന്നുകളും ആ കുരുന്നുകളുടെ പ്രിയങ്കരായ മാതാപിതാക്കളും ഇവിടെ എത്തിയിരിക്കുന്നത്. കോഓപ്പറേറ്റീവ് സ്കൂളിനെ വിശ്വസിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ നിങ്ങളുടെ മക്കളെ ഗോപിത സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അധ്യാപകനെ ഏൽപ്പിച്ച് എന്തെങ്കിലും ഏൽപ്പിക്കുന്നതിന് മനസ്സ് കാണിച്ച, അവരിൽ പ്രതീക്ഷ അർപ്പിച്ച നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. വണ്ണപ്പുറത്ത് ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റിലേക്ക് പാറപ്പൊടി കയറ്റി വന്ന ടിപ്പർ ലോറി നാട്ടുകാർ തടഞ്ഞു. ലോറി അടിച്ചു തകർത്തു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ലോറി ഡ്രൈവർക്കും ഹോളോ ബ്രിക്സ് യൂണിറ്റ് ഉടമ വണ്ണപ്പുറം കപ്പ്യാരുമലയിൽ റെനി ഫ്രാൻസിസ്, ഭാര്യ ജിജി, മകൻ ജോയ്സ് എന്നിവർക്കും മർദ്ദനമേറ്റു. ഇവരെ തൊടുപുഴയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യൂണിറ്റ് പ്രവർത്തിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാണ് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതെന്ന് റെനി പറഞ്ഞു. ഒരു സാധനമായിട്ട് വന്ന അപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് പറയാൻ വേണ്ടിയാണ് എൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിൽ വന്ന് നിന്ന ഇമാരത് നേരത്തെ പ്ലാൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വന്ന് പറമ്പിൽ കയറി വലിച്ചടിച്ചത്. അവിടെ കിടന്ന് വെള്ളം വെള്ളം ഉണ്ടായി. അപ്പോൾ കയ്യാലിൻ്റെ മുകളിൽ താഴെയടി ആക്കേണ്ടി ഇവർ പ്ലാൻ ചെയ്തതനുസരിച്ച് റോഡിലേക്ക് വലിച്ചു കയറ്റി.
റോട്ടി വലിച്ചു കയറ്റി അവനെ കൊണ്ടുപോയി അവർ അങ്ങോട്ട് കൂടെ ഒന്നിന് പാടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യയും മക്കളും അവർക്കൂടെ അടിപൊളി. ഇത് കണ്ണാട്ട് കറിയാച്ചൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ മുണ്ടിയാറമ്പി പ്രിൻസ് പറഞ്ഞ ഒരാളുണ്ട്, പിന്നെ ഒരു ട്രാൻസ്പോർട്ട് പഠിക്കുന്ന ഒരു KSRTC പഠിക്കുന്ന ഒരു ഇതുണ്ട്, പിന്നെ ബിച്ചു പറയാനെനിക്ക് ചിലപ്പോൾ പറഞ്ഞ ഒരാളുണ്ട്. നേരത്തെ ഈ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എംസാൻഡ് മണൽ കമ്പനി തുടങ്ങാനുള്ള നീക്കം നാട്ടുകാർ ഇടപെട്ട് നിർത്തിവെച്ചിരുന്നു. പിന്നീട് ഇത് ഹോളോ ബ്രിക്സ് നിർമ്മാണ യൂണിറ്റായി മാറ്റുകയായിരുന്നു. ഞാൻ വഴക്കുണ്ടാക്കുന്ന ശബ്ദം കൊണ്ടിട്ട് ഓടി വന്നായിരുന്നു. അന്നേരം അവരെൻ്റെ ഭർത്താവിന് വലിച്ചഴിച്ച് പിടിച്ചുകൊണ്ട് റോട്ടിലോട്ട് പോയിട്ട് ഇതും വെള്ളം കൂടി റോട്ടി മറിച്ചിട്ടേക്കുമായിരുന്നു. പിടിച്ചു മാറ്റാൻ ചെന്നാൽ എനിക്കിട്ട് എന്നെ അവർ ഉപയോഗിച്ചു. എൻ്റെ കൊച്ചിനെ പിടിച്ച് അവർ അടി കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു പ്രകാരത്തിൽ എൻ്റെ പപ്പനെ വലിച്ചെണിപ്പിച്ച് കൊണ്ടുവരിക. തൊടുപുഴ മാറിൽക്കലുങ്ക് പാലം നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് ഉതകുന്ന പാലത്തിന്റെ നിർമ്മാണം പലതവണ മുടങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും പണി ആരംഭിച്ചിരിക്കുന്നത്. പാലം നിർമ്മിക്കാൻ കരാർ ഏറ്റെടുത്തവർക്ക് ബില്ല് മാറി പണം നൽകാത്തതാണ് മാരിയിൽക്കലുങ്ക് പാലത്തിന്റെ പണി അനിശ്ചിതത്വത്തിലാക്കിയത്. PWDക്കായിരുന്നു നിർമ്മാണ ചുമതല. പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചെങ്കിലും കരാറുകാർക്ക് ഇതുവരെ ഒരു ബില്ല് പോലും PWDയിൽ നിന്നും മാറി നൽകിയിട്ടില്ല. 2,80,00,000-ലധികം രൂപയുടെ ജോലികളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 10.5 മീറ്റർ വീതിയുള്ള പാലത്തിന്റെ 4 സ്പാനുകളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ഇതിനു മുകളിൽ സ്ലാബ് വാർക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി പാലത്തിനുള്ള നടുവിലുള്ള സ്പാനുകളുടെ സ്ലാബുകളുടെ നിർമ്മാണ ജോലികൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. 3/4 ഭാഗത്തോളം പണികൾ പൂർത്തീകരിച്ചതായി ജോസഫ് ജോൺ പറഞ്ഞു. നമ്മുടെ കാഞ്ഞിരമറ്റം മാരിക്കടവ് പാലത്തിന്റെ നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രി PJ ജോസഫ് സാറ് ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ 5.5 കോടി രൂപയാണ് പാലത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ മുടക്കുന്നത്. ഇതിന് പുറമേ നമ്മുടെ അപ്രോച്ച് റോഡ് കാരിക്കോട് നിന്ന് ചുങ്കത്തിൽ ചാടുന്ന ബൈപ്പാസാണ് ഈ പാലത്തിനനുബന്ധമായി റോഡ് സൗകര്യമായിട്ട് കൊണ്ടുവരുന്നത്. അതിനുള്ള സർവെടുപ്പുകൾ ഇപ്പോൾ ഈ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഡിലേ വന്നിട്ടുണ്ട്. എന്നാൽ പാലത്തിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം ഇനിയും തുടങ്ങാനായിട്ടില്ല. റോഡിന് വേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയാത്തതാണ് കാരണം. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതിന് തടസ്സമായി പറയുന്നത്. 2013 ജൂലൈയിൽ മന്ത്രി PJ ജോസഫാണ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 1 വർഷം കൊണ്ട് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു തീരുമാനം. 5,27,00,000 രൂപയിൽ 4,80,00,000 രൂപ പാലത്തിനായി വകയിരുത്തിയിട്ടുണ്ട്.